എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ഈ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടാവും. അതുപോലെ അപേക്ഷ നൽകാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇനി അപേക്ഷിക്കാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ആണ് അപേക്ഷിക്കുന്നത് എങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ തെറ്റിക്കാതെ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ജില്ല ഏതാണ് എന്ന് സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. അതായത് ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത്. ഈ ഒരു ജില്ല സെലക്ട് ചെയ്തത് മാറിയിട്ട് അതായത് നിങ്ങളൊരു കാൻഡിഡേറ്റ് ലോഗിൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അപേക്ഷയൊക്കെ നൽകിയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ജില്ല ഏതാണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ വീണ്ടും നൽകാനായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പേജിൽ വരുമ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതായത് ഈ ഒരു ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റിൽ പിന്നീട് ഈ വർഷം നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നൽകുന്ന ഡീറ്റെയിൽസുകൾ നൽകുമ്പോൾ കറക്റ്റായിട്ട് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം നൽകുന്ന ഡീറ്റെയിൽസൊക്കെ നൽകേണ്ടത്. കാരണം ഇതിൽ നൽകുന്ന ഡീറ്റെയിൽസ് യാതൊരുവിധ കാരണവശാലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് തിരുത്തുന്നതിനോ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്കീം സെലക്ട് ചെയ്യുന്ന സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഈ വർഷം SSLC പാസ്സായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 2023-24 എന്നുള്ള കാര്യമാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 2007 മുതൽ 23 വരെ SSLC പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ രണ്ടാമത്തേതും, THSLC IHRD ന്യൂ സ്കീമാണെങ്കിൽ മൂന്നാമത്തേതുമാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു CBSE ആണെങ്കിൽ നിങ്ങൾ ഈ നാലാമത്തെയും, ICSE ആണെങ്കിൽ അഞ്ചാമത്തേതും. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് വായിച്ച് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ SSLC IED ആണെങ്കിൽ അത്, അതുപോലെ മറ്റേതെങ്കിലും കാറ്റഗറി അതായത് ഇക്വലൻസി ആണെങ്കിൽ 7ാമത്തെ അതർ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ THSLC ടെക് എഡു ന്യൂ സ്കീം 2016 ഓൺവേഴ്സ്, അതായത് THSLC ടെക് എഡ്യൂക്കേഷനിൽ ഈ ഒരു 2016 മുതലുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു 8ാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്കീമിന് കീഴിൽ ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു CBSE വിദ്യാർത്ഥി ഈ ഒരു CBSE എന്നുള്ള സ്കീം സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ തെറ്റായിട്ട് നൽകുകയോ, അതായത് തെറ്റായിട്ടല്ല ശരിയായിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്, പക്ഷേ ബാക്കി ഏതെങ്കിലും ഡീറ്റെയിൽസ് തെറ്റുകയാണെങ്കിൽ പിന്നീട് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ നൽകാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഓൾറെഡി അവിടെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് ആ ഒരു കാര്യം വീണ്ടും നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നതാണ്. അതേസമയം രജിസ്റ്റർ നമ്പർ തെറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറെല്ലാം നിങ്ങൾ നൽകിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ വേറൊരു മൊബൈൽ നമ്പർ നൽകേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പേജ്, അതായത് വിദ്യാർത്ഥികളായിരുന്നാലും രക്ഷിതാക്കളായിരുന്നാലും നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് തെറ്റുകൾ വരുത്താതെ ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കീം ഏതാണോ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ വർഷം SSLC കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 2023-24 എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുള്ളത് മാർച്ചിലല്ല മെയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് മെയ് എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുമ്പോൾ ഓരോ രജിസ്റ്റർ നമ്പറിൻ്റെ ഒരു നമ്പറും, അതായത് അക്കങ്ങൾ തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ നൽകുന്ന സമയത്ത് പ്രത്യേകം നൽകേണ്ടതാണ്. SSLC അല്ലെങ്കിൽ CBSE ഏതാണോ, നിങ്ങൾ ഏത് സ്കീമാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് നൽകേണ്ടതാണ്. അപ്പോൾ ഈ രജിസ്റ്റർ നമ്പർ നൽകുന്ന സമയത്ത് അത് തെറ്റായിട്ടില്ല, അതായത് ആ ഒരു സ്പെല്ലിംഗ് അല്ല, അതായത് അക്കങ്ങൾ തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മന്ത് ഓഫ് പാസ് ഏതാണ് നൽകിയതെന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ നൽകുമ്പോൾ നിങ്ങളുടെ ആദ്യം നൽകേണ്ടത് ഏത് ദിവസമാണ് ജനിച്ചത് എന്നുള്ളതും, പിന്നീട് ഏത് മാസമാണ് ജനിച്ചത് എന്നുള്ളതും, അതുപോലെ പിന്നീട് ഏത് ഇയറിലാണ് ജനിച്ചത് എന്നുള്ളതുമാണ്. അതായത് നിങ്ങൾ ഈ ഒരു രീതിയിലാണ് നൽകേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥി ജനിച്ചത് ഈ ഒരു അതായത് ഈ ഒരു 1/1/2007 ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യേണ്ടത് ഇതേ രീതിയിലാണ്. അതായത് ആദ്യം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു വിദ്യാർത്ഥി ജനിച്ചത് ഈ ഒരു 1/1/2007 ആണെങ്കിൽ ആ ഒരു രീതിയിൽ 1/1/2007 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നൽകിയ ശേഷം അത് തെറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ നൽകുന്ന, അതായത് ഇതിൽ ആദ്യം നൽകുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഏത് ദിവസമാണ് ജനിച്ചത് എന്നുള്ളതും, രണ്ടാമത്തേത് ഏത് മാസമാണ് എന്നുള്ളതും,
അതുപോലെ തന്നെ മൂന്നാമത്തേത് ഏത് വർഷമാണ് എന്നുള്ളതുമാണ്. ഇത് തെറ്റാതെ നൽകുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുമ്പോൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അതിൽ OTP വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അതായത് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങളോടൊപ്പം ഉള്ള രക്ഷിതാക്കളാണ്, അതായത് വിദേശത്ത് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവരുടെ നമ്പറൊന്നും കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. കാരണം അഥവാ പോകുന്ന സമയത്ത് ഫോണൊക്കെ എടുത്തിട്ടായിരിക്കും പോവുക. അപ്പോൾ നിങ്ങൾക്ക് SMS OTP ഒക്കെ വരാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിഷൻ മോഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫ് എന്നും, അക്ഷയ വഴിയാണെങ്കിൽ അതർ എന്നുള്ളതുമാണ് സെലക്ട് ചെയ്യുക. സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴിയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് കറക്റ്റായിട്ട് നൽകുക. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്ന ക്യാപ്ച ഉണ്ട്, ആ ഒരു ക്യാപ്ച കോഡ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് OTP ഒക്കെ വരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു SSLC സ്കീമും രജിസ്റ്റർ നമ്പറും മന്ത് ഓഫ് പാസും ഇയർ ഓഫ് പാസും ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഈ ഒരു അതായത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ മോഡ്, അതുപോലെ തന്നെ അതായത് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നൽകുക. ഇത് നൽകി സബ്മിറ്റ് ചെയ്യും മുമ്പ് നിങ്ങളുടെ അപേക്ഷയിലെ ആ ഒരു ഡീറ്റെയിൽസ് നൽകി, അതായത് രജിസ്റ്റർ നമ്പറും അതുപോലെ സ്കീമും ഒക്കെ കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു ജില്ലയ്ക്ക് പകരം മറ്റൊരു ജില്ലയിൽ അപേക്ഷിച്ചാൽ അത് ആ ഒരു നിങ്ങൾക്ക് വേണ്ട ജില്ലയിലേക്ക് വീണ്ടും അപേക്ഷിക്കാൻ പറ്റും. അതേസമയം നിങ്ങൾ ഈ ഒരു സ്കീമിൽ നിങ്ങൾ അപേക്ഷിച്ച ആ ഒരു അപേക്ഷ, അതായത് ഒരു സ്കീമിൽ നിങ്ങൾ അപേക്ഷിച്ച ശേഷം പിന്നീട് അതിലെ ഡീറ്റെയിൽസൊക്കെ തിരുത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കീമും അതുപോലെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും കറക്റ്റായിട്ട് സെലക്ട് ചെയ്തു അതുപോലെ ടൈപ്പ് ചെയ്ത് നൽകി എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യാനായിട്ട് പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് വീണ്ടും ചെക്ക് ചെയ്ത് അതൊക്കെ ഓക്കെ ആണ്, അതായത് എല്ലാം കറക്റ്റാണെന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം മാത്രം കൺഫേം, അതായത് ഈ ഒരു സബ്മിറ്റ് ചെയ്ത് പിന്നീട് നിങ്ങളുടെ ഫോണിലേക്ക് OTP വന്ന ശേഷം ആ ഒരു രീതിയിൽ നൽകുന്ന രീതിയിലേക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷവും അതുപോലെയുള്ള പലതരത്തിലുള്ള ആ ഒരു തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന സമയത്ത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് കാറ്റഗറി തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അതൊരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു കാറ്റഗറി ഏതാണ് നൽകുന്നത് അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കാറ്റഗറി ഏതാണ് എന്നുള്ളത് അറിയുന്നതിനായിട്ട് അപ്പൻഡിക്സ് 2 എന്നുള്ളത് പ്രോസ്പെക്ടസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരും. അതിൽ അപ്പൻഡിക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരുന്നതായിരിക്കും. അതായത് ഡൗൺലോഡല്ല, ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ആക്കണം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണ് കാറ്റഗറി, ഏതാണ് നിങ്ങളുടെ കാസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അതായത് ഈ ഒരു +1 പ്രവേശനത്തിന് സംവരണ ആനുകൂല്യം ഉള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ കാറ്റഗറി കറക്റ്റായിട്ട് നൽകണം. അഥവാ സംവരണമുള്ള സീറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് തെറ്റാണെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഇവിടെ കട്ടിയിൽ കൊടുത്തിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഈ ഒരു കട്ടിയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യമാണ് ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു അതായത് നിങ്ങൾക്ക് ഇവിടെ കട്ടിയിൽ കൊടുത്തിട്ടുള്ളത് കാണാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കാറ്റഗറി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ETB, മുസ്ലിം, ലാറ്റിൻ, കാത്തലിക്, SIUC, അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, അതുപോലെ അതർ ബാക്ക്വേർഡ് ഹിന്ദു, അതുപോലെ SC ST എന്നിങ്ങനെയൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. താഴ്ഭാഗത്തോട്ടാണ് അതൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് ഇവിടെ കട്ടി കളറിൽ കൊടുത്തിട്ടുണ്ട്. കട്ടി കുറച്ചിട്ട് നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്നുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈയവ, തീയ അല്ലെങ്കിൽ ബില്ലാവ ഈ ഒരു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് എങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ സാധാരണഗതിയിൽ SSLC സർട്ടിഫിക്കറ്റിൽ OBC എന്നാണ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറിയുള്ള വിദ്യാർത്ഥികളാണെങ്കിലും OBC എന്നായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ നൽകുന്ന സമയത്ത് നിങ്ങൾ ഈയവ, തീയ, ബില്ലാവ എന്നിവയിലാണ് ഉൾപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ഈ ഒരു ETB എന്നുള്ളതും, മുസ്ലിം വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ നൽകുന്ന സമയത്ത് മുസ്ലിം എന്നുള്ളതാണ് നൽകേണ്ടത്. അല്ലാതെ OBC എന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കാനായിട്ട് പാടില്ല. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറ്റഗറി ഇതിൽ ഈ ഒരു കട്ടിയിൽ കൊടുത്തിട്ടുള്ളതിൽ ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത്
നിങ്ങളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു കാറ്റഗറിയുടെ കാര്യം നിങ്ങളോട് പറയാനുള്ള കാരണം, കഴിഞ്ഞ വർഷം ഒരു ETB കാറ്റഗറിയിലുള്ള ഒരു വിദ്യാർത്ഥി ആ ഒരു സാധാരണ SSLC സർട്ടിഫിക്കറ്റിലൊക്കെ OBC എന്നാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു OBC ആണെന്ന് കരുതി നേരെ OBC കൊടുത്തു. പക്ഷെങ്കിൽ സയൻസിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു. സ്കൂളിൽ പോയപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞു, നിങ്ങളുടെ കാറ്റഗറി തെറ്റായിട്ടാണ് കൊടുത്തത്, അതുകൊണ്ട് തന്നെ അഡ്മിഷൻ തരാൻ പറ്റില്ല. അങ്ങനെ ഓർഡർ ഉണ്ട്. അതായത് ഈ ഒരു കാറ്റഗറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റിയിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലർ ഉണ്ട്. അതായത് ഈ ഒരു പ്രോസ്പെക്ടസിൽ തന്നെ അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷയിലെ കാറ്റഗറി നൽകുക. അതായത് കാറ്റഗറി പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങളോട് അതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.